ഇതിപ്പോ വിളവെടുത്ത റെഡ് ചാമ്പക്കയാണ്. അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻ ഡയറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പം നട്ടു വളർത്താൻ പറ്റിയ ഒന്നാണ് ചാമ്പ. ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ചാമ്പക്ക. ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ടല്ലോ ചാമ്പക്കയില്. അപ്പൊ ചാമ്പക്ക കൊണ്ട് നമുക്ക് സ്കോഷ് ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, നമുക്ക് വെറുതെ ഫ്രൂട്ടായിട്ടും കഴിക്കുകയും ചെയ്യാം. അപ്പൊ ചാമ്പ കണ്ട ഏത് സമയം ഇപ്പൊ നമുക്ക് ഈ സമയത്താണ് ചാമ്പക്കൊക്കെ ഉണ്ടാകണത്. അപ്പൊ മഴക്കാലത്തും ചാമ്പക്ക ഉണ്ടാവും. കണ്ട പലതരത്തിലുള്ള ഇപ്പൊ വലിയ ചാമ്പക്കകളുണ്ട്, പൂവിട്ടുണ്ട്. കണ്ട പൂവിട്ടിട്ട് ഇടത്തരം ചാമ്പക്കായി വന്നതുണ്ട്. അപ്പൊ നമുക്കിനി കുറെ നാൾ വരെ വിളവെടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ്. ഈ ചൂടുകാലം തീരണ വരെ വിളവെടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് ചാമ്പക്ക. വലിയൊരു പരിചരണങ്ങളൊന്നും വേണ്ട. വർഷത്തിൽ ഒരു 3 പ്രാവശ്യം നമ്മൾ വളങ്ങൾ കൊടുക്കുക. എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി, ചാരമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേനൽക്കാലത്ത് നമുക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ ചാമ്പക്ക ആയി കഴിഞ്ഞാൽ നമ്മൾ നന കുറച്ച് കുറക്കണം. എന്നാ മധുരത്തോടു കൂടിയുള്ള ചാമ്പക്ക നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നഴ്സറികളിലൊക്കെ പല തരത്തിലുള്ള ചാമ്പക്കളുടെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും ഒരു ചാമ്പയുടെ തൈയൊക്കെ മേടിച്ച് നടണം.